ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് കൊണ്ട് എങ്ങനെ വിജയിക്കാം അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച ജീവിതം നേടാമെന്നുള്ള ടോപ്പിക്കാണത്. ഇവിടെ ഡ്രാമാസ് ഒന്നുമില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരും. അതുകൊണ്ട് വീഡിയോ മുഴുവൻ കാണുക. ലെങ്തി ആയി പോയി, എഡിറ്റിംഗ് ഇല്ല, അല്ലെങ്കിൽ ക്ലിയർ ഇല്ല, ക്ലാരിറ്റി ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്ത് പോയത്. കാരണം ഈ വീഡിയോ കൊണ്ട് ചിലപ്പോൾ നിങ്ങളുടെ ലൈഫ് തന്നെ മാറിപ്പോകാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം, എന്റെ ലൈഫിൽ ഞാൻ ഒരു കാലത്ത് ഭയങ്കര ലൂസറായിരുന്നു. ആ ലൂസറിൽ നിന്നും വലിയ വിജയമൊന്നുമല്ല, എന്നാലും ഞാൻ ആഗ്രഹിച്ച പലതും എനിക്ക് നേടുവാൻ സഹായിച്ച ഒരു കാര്യമാണ് ഈ പറഞ്ഞ സബ് കോൺഷ്യസ് മൈൻഡിന്റെ പവർ. അപ്പൊ സബ് കോൺഷ്യസ് മൈൻഡിനെ പറ്റി പഠിക്കാനായിട്ട് ഞാൻ മനസ്സിലാക്കിയപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ബുക്കാണ് ഈ ബുക്ക്. നിങ്ങളുടെ ഉപബോധ മനസ്സിന്റെ ശക്തി എന്ന് പറഞ്ഞ പുസ്തകം എന്നെ ഒരുപാട് ചേഞ്ച് ആക്കാൻ സഹായിച്ച പുസ്തകമാണ്. അപ്പോ നിങ്ങൾക്കും ഇതുകൊണ്ട് ഉപകാരമുണ്ടാകും. കാരണം നിങ്ങൾ ഈ വീഡിയോ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് കാരണമാണ്. സബ് കോൺഷ്യസ് മൈൻഡ് പറഞ്ഞു, എനിക്ക് എന്റെ ലൈഫ് ചേഞ്ച് ആക്കണം, എന്തെങ്കിലും ഒരു വീഡിയോ തരുമോ ചോദിച്ചു. നിങ്ങള് സബ് കോൺഷ്യസ് മൈൻഡ് കൊണ്ടുവന്ന വീഡിയോ ആണത്. അല്ലാതെ നിങ്ങളുടെ കോൺഷ്യസ്ലി വന്ന വീഡിയോ അല്ല അത്. കോൺഷ്യസ്ലി കാണണമെങ്കിൽ എന്താവണം? നമ്മുടെ ഒരു നല്ലൊരു ഹുക്കിംഗ് വീഡിയോ, ഒരു ഹുക്കായിട്ടുള്ളൊരു തമ്നെയില്, ഹുക്കായിട്ടുള്ള വ്യക്തിയുടെ വീഡിയോ, അതൊക്കെയാണ് നിങ്ങളുടെ കോൺഷ്യസ് ഇഷ്ടപ്പെടുന്നത് പെട്ടെന്ന്. സബ് കോൺഷ്യസ്ലി നിങ്ങൾ അത്രയും അറ്റാച്ച് ആയിട്ട് വിജയിക്കുവാനായിട്ട് അത്രയും പെർഫെക്റ്റ് ആയിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് ആഗ്രഹിച്ചതൊക്കെ വരും. അപ്പോ ആദ്യമേ പറയട്ടെ, നിങ്ങളുടെ കയ്യിൽ പുസ്തകം വേണം, ബുക്ക് വേണം, കയ്യിൽ ഒരു പെന്ന് വേണം. കാരണം ഇതൊരു TV ഷോ എന്നല്ല, ഇതൊരു മോട്ടിവേഷൻ വീഡിയോയുമല്ല. ഇത് നിങ്ങളുടെ ലൈഫിൽ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു ടെക്നിക്ക് ഞാൻ പറഞ്ഞു തരും. അപ്പോ എല്ലാവരും ഇവിടെ ഇരിക്കുക കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമന്റ് ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ലൈഫിൽ, ഇപ്പൊ നിങ്ങളുടെ അവസ്ഥ ചിലപ്പോൾ ഒരു ലൂസർ ആയിരിക്കാം, ഒരു പരാജയമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളൊരു റിലേഷൻഷിപ്പ് പ്രോബ്ലം ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മണി ഇഷ്യൂ ഒക്കെ ഉണ്ടാകും, മണി പ്രോബ്ലം ഉണ്ടായിരിക്കാം. അപ്പൊ ഇതെങ്ങനെ വന്നു, ഇതെങ്ങനെ മാറ്റാൻ പറ്റും എന്നൊക്കെ ഉള്ള ചിന്ത നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോ ഞാൻ മനസ്സിലാക്കിയ ഈ ഒരു ടെക്നിക്ക് വെച്ചിട്ട്, ഈ പറയുന്ന ലോ ഓഫ് അട്രാക്ഷനിലെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് കൊണ്ട് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലെ ആഗ്രഹങ്ങൾ നേടുക എന്നുള്ളതാണ്. സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇന്ന് നിൽക്കുന്ന സിറ്റുവേഷനിലെ ഇന്ന് ആരാണോ എന്താണോ എന്നുള്ളതല്ല, പക്ഷേ നിങ്ങളുടെ സിറ്റുവേഷൻ എന്താന്നുള്ളത് ഞാൻ പറയാം. നിങ്ങൾ ചിലപ്പോൾ ഒരു എവിടെ ഇപ്പൊ ഞാൻ പറഞ്ഞ പോലത്തെ അവസ്ഥയിലാണ് നിങ്ങളെങ്കിൽ അതിന് കാരണം നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് കാരണമാണ്. സബ് കോൺഷ്യസ് മൈൻഡ് ആണ് നിങ്ങളെ ഈ വീഡിയോ കാണാനും നിങ്ങളെ ഇന്ന് നിൽക്കുന്ന സിറ്റുവേഷനിലേക്ക് എത്തിക്കാനൊക്കെ സഹായിച്ചത്, അല്ലെങ്കിൽ നിങ്ങളെ ആക്കിയത്. സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു ഇതില്ല, ഒരു കറക്റ്റ് ആയിട്ട് റിയാലിറ്റി അറിയില്ല. സബ് കോൺഷ്യസ് മൈൻഡ് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കുക ചെയ്യേണ്ടത്. നിങ്ങൾ കോൺഷ്യസ് എന്ന് പറയുന്നു, വിശ്വസിക്കുന്നു. പക്ഷെ നിങ്ങളൊന്ന് കൈ ഇങ്ങനെ പിടിക്കാം, നോക്കരുതട്ടോ, പിടിക്കാം. പറ്റുന്ന കണ്ണടച്ചോ. ഞാൻ പറയുകയാണ്, നിങ്ങളുടെ കയ്യില് ഒരു ആപ്പിൾ ഉണ്ട്, ഈ കയ്യിൽ ഒരു ആപ്പിൾ ഉണ്ട്. അപ്പൊ ആപ്പിളിന്റെ വെയിറ്റ് നിങ്ങളുടെ കയ്യിലേക്ക് വരുന്നുണ്ടെന്ന് ആലോചിക്കാം. ആപ്പിളിന്റെ വെയിറ്റ് നിങ്ങൾക്ക് വരുന്നുണ്ട്, ഒരു ആപ്പിളിന്റെ വെയിറ്റ് വരുന്നുണ്ട്. ആപ്പിളിന്റെ കളർ റെഡ് ആണ്, റെഡ് കളറിലുള്ള ആപ്പിൾ ആണിത്. ആപ്പിൾ നിങ്ങൾ കാണുമ്പോൾ നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ട്, കയ്യിന്റെ വെയിറ്റ് വരുന്നുണ്ട്, കൈ കിട്ടാം. അത് നെക്കി നോക്കുന്നുണ്ട്, അതുമേക്ക് നമ്മുടെ സ്പർശനം അത് വന്നു. ഓക്കെ, വന്നു. ഇവിടെ ഞാൻ പറഞ്ഞപ്പോ നിങ്ങളുടെ കയ്യിൽ ആപ്പിൾ ഇല്ല യഥാർത്ഥത്തില്, പക്ഷെ ആപ്പിള് ഉണ്ടായി അവിടെ. എങ്ങനെ? സബ് കോൺഷ്യസ് മൈൻഡ് അവിടെ ആപ്പിളിനെ കാണിച്ചു തന്നു. കാരണം സബ് കോൺഷ്യസ് മൈൻഡ് അങ്ങനെയാണ്, ഇല്ലാത്ത വസ്തുവിനെ ഉണ്ടാക്കും. അപ്പോ അത് എങ്ങനെയാ ആ ഇല്ലാത്ത വസ്തു ഉണ്ടാക്കാൻ പറ്റുന്ന സംഭവമാണത്. നിങ്ങളെ കൊണ്ട് എത്ര വേണേലും ഇമേജ് ചെയ്യാൻ പറ്റും. എന്ത് കാര്യവും നിങ്ങൾക്ക് ഇമേജ് ചെയ്യാൻ പറ്റും. അതിന് കാരണക്കാരനായത് സബ് കോൺഷ്യസ് മൈൻഡ് ആണ്. സബ് കോൺഷ്യസ് മൈൻഡിൽ നിങ്ങൾ കൊടുക്കുന്ന ഓരോ ഇമോഷനും അത് ഇമേജ് ചെയ്ത് തരും. അപ്പോ നിങ്ങൾ കോൺഷ്യസ്ലി രാവിലെ നമ്മുടെ മെഡിറ്റേഷൻ കഴിഞ്ഞ് വരുമ്പോൾ, നമ്മൾ സ്റ്റുഡൻസ് ആയാലും ആരായാലും അവരൊക്കെ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യും. രാവിലെ മെഡിറ്റേഷൻ ആവും, അഫർമേഷൻ പറയും, പോസിറ്റീവ് ആകും. പക്ഷെ വൈകുന്നേരം ആകുമ്പോൾ വീണ്ടും ഡൗൺ ആയി മാറും. ഇത് നിങ്ങളും ഉണ്ടായിട്ടുണ്ടോ? ഇപ്പൊ നിങ്ങളിപ്പോ രാവിലെ നല്ലപോലെ പോസിറ്റീവായി എണീറ്റു, നല്ലപോലെ കാര്യങ്ങളൊക്കെ ചെയ്തു, ബട്ട് നിങ്ങൾ എൻഡിങ് ഡേ ആയപ്പോ, ആ ദിവസത്തിന്റെ എൻഡിങ് ആയപ്പോ നിങ്ങൾ ഡൗൺ ആയി മാറി. ഇതിന് കാരണം എന്താ അറിയോ? നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് ആണ് പ്രവർത്തിച്ചവിടെ ആ സാഡ് ആവും കാരണം. പക്ഷെ നിങ്ങൾ അവിടെ ഫുൾ ഡേ ഹാപ്പി ആണെങ്കിലും
സബ് കോൺഷ്യസ് മൈൻഡ് ആയിരിക്കും. നിങ്ങൾ രാവിലത്തെ ഹാപ്പിനെസ് ഇല്ലേ, അത് സബ് കോൺഷ്യസ് മൈൻഡ് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾ കോൺഷ്യസ്ലി പ്രവർത്തിച്ചാണ് ആ ഒരു കാര്യം. സബ് കോൺഷ്യസ് മൈൻഡ് നിങ്ങൾ ചെയ്തത് രാവിലെ നിങ്ങൾ സൈഡാക്കി. അതിന് കാരണം നിങ്ങളുടെ പാസ്റ്റിലെ കാര്യങ്ങൾ, പഴയ കാര്യങ്ങൾ, നിങ്ങൾ പണ്ടത്തെ ഓരോ ഡിപ്രഷൻ ആയാലും പഴയ ആങ്സൈറ്റി ആയാലും പണ്ട് നടന്ന കുറെ ഗിൽറ്റി ഫീൽ ആയാലും ഷെയിം ആയാലും കളിയാക്കലായാലും കുറ്റപ്പെടുത്തലായാലും റിജക്ഷൻ ആയാലും ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്തു ആ ദിവസത്തിലേക്ക് സബ് കോൺഷ്യസ് മൈൻഡ് വീണ്ടും വീണ്ടും കൊണ്ടെത്തിച്ചു. സബ് കോൺഷ്യസ് മൈൻഡിന്റെ കാര്യം പറഞ്ഞിട്ട് ഒന്ന് റെക്കോർഡ്, സബ് കോൺഷ്യസ് മൈൻഡ് റെക്കോർഡ് ചെയ്യും ഫസ്റ്റ്, പിന്നെ റീകോൾ ചെയ്യുന്ന വീണ്ടും അത് ആവർത്തിക്കും, നമ്മളത് വീണ്ടും ആവർത്തിപ്പിക്കും. ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളെ കാണാൻ വലിയ ലുക്കൊന്നുമില്ല, ഓക്കെ, നിങ്ങളെ കാണാൻ ലുക്കില്ല, ഭംഗിയില്ല കാണാനായിട്ട്. അങ്ങനെ ഞാൻ പറയുമ്പോ നിങ്ങൾ ആലോചിക്കും, ഓ ശരിയാണ്, എന്നെ കാണാൻ ലുക്കില്ലേ, ശരിയാണല്ലോ സാറ് പറഞ്ഞത്, ലുക്കില്ലല്ലോ. ആ ചിന്ത നിങ്ങളിലേക്ക് വരില്ലേ? കാരണം പെർഫെക്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ അത് വിശ്വസിച്ചു. കാരണം നിങ്ങൾ സബ് കോൺഷ്യസ് മൈൻഡിലൂടെ പണ്ടും കേട്ടിട്ടുണ്ട് ഇതൊക്കെ. അത് അന്ന് കേട്ട കാര്യങ്ങൾ ഇപ്പോൾ എനിക്ക് നിങ്ങൾ ഓർമ്മ വന്നു. ഇനി ഞാൻ പറയും, നിങ്ങൾ കാണാൻ ഭയങ്കര ഭംഗിയുണ്ട്, നടൻ വിജയുടെ പോലെയോ അല്ലെങ്കിൽ നടൻ മമ്മൂട്ടിയെ പോലെയോ അല്ലെങ്കിൽ നയൻതാരയെ പോലെയൊക്കെ എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ഡൗട്ട് അടിക്കില്ല. നിങ്ങൾ അവിടെ വീണ്ടും നിങ്ങൾ ഡൗട്ട് അടിക്കില്ല. നിങ്ങൾ അപ്പൊ തന്നെ പറഞ്ഞാൽ ഇല്ലെന്ന് പറയും. നിങ്ങൾ അപ്പോഴേ പറയും, ഇഞ്ഞോ എന്നെ കാണാൻ മമ്മൂട്ടിയെ പോലെ ഇല്ല, എന്നെ കാണാൻ ഈ പറഞ്ഞ നയൻതാരയെ പോലെ ഇല്ല. നിങ്ങൾ അവിടെ എന്ത് ചെയ്തു? കൺഫ്യൂഷൻ ആയില്ല, നിങ്ങളവിടെ സറണ്ടർ ആയി. സറണ്ടർ മീൻസ് നിങ്ങളുടെ കീഴടങ്ങി ഇല്ല. ബട്ട് ഞാനിത് പറഞ്ഞപ്പോ, ഞാൻ അവിടെ മറ്റേത് പറഞ്ഞപ്പോ, നിങ്ങളെ കാണാൻ ഭംഗി എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ അവിടെ അത് നിങ്ങൾ എന്ത് ചെയ്തു? വിശകലനം ചെയ്തു ആ കാര്യത്തെ. ഒന്ന് വിശകലനം, രണ്ട് കീഴടങ്ങൽ. നിങ്ങൾ എന്തിനാണോ കീഴടങ്ങുന്നത് അതാണ് നിങ്ങളിലേക്ക് എത്തുന്നത്. എന്ത് കാര്യത്തിലും നിങ്ങൾ കീഴടങ്ങാൻ തയ്യാറാണെങ്കിൽ ആ കാര്യം നിങ്ങളിലേക്ക് എത്തിയിരിക്കും. സോ ഞാൻ പറഞ്ഞുതരാം ഉദാഹരണമായിട്ട്. ഇപ്പോ നിങ്ങൾക്ക് ഞാൻ പറയുകയാണ്, നിങ്ങളൊരു റിച്ച് മാൻ ആണ്, നിങ്ങൾ റിച്ച് അല്ല, റിച്ച് മാൻ എന്ന് പറഞ്ഞപ്പോ അത് നിങ്ങൾ റിച്ച് ആവും എന്ന് പറഞ്ഞു ഞാൻ. ബട്ട് നിങ്ങൾ പറയുന്നു, അതൊന്നും ആവൂല, വെറുതെ പറയേണ്ടതാണ്, അങ്ങനെയൊക്കെ ഒന്നും ഉണ്ടാവുന്ന, അങ്ങനെ നടക്കാൻ പോകുന്നില്ല എന്ന് പറയും. നിങ്ങൾ പറയില്ലേ? പറയും, സിമ്പിൾ ആയിട്ട് നിങ്ങൾ പറയും. പക്ഷെ നിങ്ങൾ പൂവർ ആവുന്ന ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്യും. അത് നിങ്ങൾ എന്ത് ചെയ്യും? കീഴടങ്ങി അക്സെപ്റ്റ് ചെയ്തു. കാരണം എന്താണ്? വലിയ പണിയില്ല, നിങ്ങൾ ഓൾറെഡി പൂവർ ആണല്ലോ, അതുകൊണ്ട് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തു. ബട്ട് നിങ്ങൾ അവിടെ ചെയ്യുന്ന കാര്യം സറണ്ടർ, നിങ്ങൾ അവിടെ കീഴടങ്ങാൻ തയ്യാറാണെങ്കിൽ, നിങ്ങളെ കാര്യം ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ, ഞാൻ പറയുന്ന കാര്യം ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ അത് എത്തിയിരിക്കും. നിങ്ങൾക്ക് ഞാൻ പറയാണ്, നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഉണ്ടാവല്ലോ, ആ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ലഭിച്ചു, നിങ്ങൾ ലഭിക്കുമെന്ന് പറഞ്ഞു. നിങ്ങളുടെ വിട്ടുപോയ പാർട്ണറോ വിട്ടുപോയ ബ്രേക്കപ്പ് ആയി പോയ വ്യക്തിയോ ആ വ്യക്തി നിങ്ങൾ ലഭിക്കുന്ന ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റ് നിങ്ങൾ ഡൗട്ട് അടിക്കും, നടക്കൊന്നുമില്ല, ഒക്കെ പോയി അവര് ഇനി വരുന്നില്ല എന്നൊക്കെ പറയും. അങ്ങനെ പറയുമ്പോൾ നിങ്ങളവിടെ തോറ്റു. ബട്ട് നിങ്ങൾ അവിടെ വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ വ്യക്തി വരും. സബ് കോൺഷ്യസ് മൈൻഡ് അതിനുള്ള സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ഒക്കെ ഉണ്ടാക്കി വരും. സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്താഗ്രഹിക്കുന്നുവോ ആ കാര്യം നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് സബ് കോൺഷ്യസ് മൈൻഡിന്റെ പ്രത്യേകത. എന്ന് വെച്ച് ഒറ്റയടി കൊണ്ടെത്തിക്കല്ല, യൂണിവേഴ്സിലേക്ക് പോകുന്ന നമ്മുടെ വൈബ്രേഷൻസ്, ആ വൈബ്രേഷനാണ് നമ്മളിലേക്ക് ഓരോ വ്യക്തികള്, സാഹചര്യങ്ങള്, സംഭവങ്ങളായിട്ട് നമ്മളിലേക്ക് വരുന്നത്. അപ്പോ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങള് അത്രയും തീവ്രമാകണം. ഇവിടെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയ കാര്യം വെച്ചാല് ഒരു കാര്യമാണ്. ഞാൻ നിങ്ങൾക്ക് കഥ പറഞ്ഞുതരാം. എന്റെ അവസ്ഥ, എന്റെ ഒരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായിരുന്നു. എനിക്ക് എന്റെ കണ്ണിന്റെ ഇടത് ഭാഗത്തായിട്ട് ഒരു കുരു ഉണ്ടായിരുന്നു. ഞാൻ ഈ കഥ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട്, ബട്ട് ഒന്നിട്ട് പറയാം. കുരു ഉണ്ടായിരുന്നു. അപ്പൊ ഈ കുരു കുറെ നാളുകൾ ഉണ്ടായിരുന്നു, 2 വർഷമൊക്കെ ഉണ്ടായിരുന്നു കുരു. ഇത് മാറുന്നില്ല. ഇത് മാറാതായപ്പോ ഞാൻ കുറച്ചു കാലത്തേക്ക് ഞാനിങ്ങനെ ഇതിലേക്ക് പോയി, ലോ ഓഫ് അട്രാക്ഷൻ പറ്റി പഠിച്ചു, ഈ ബുക്കൊക്കെ വായിച്ചു. ആ സമയത്ത് ക്ലാസ് അറ്റൻഡ് ചെയ്തു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു? ആദ്യം ചെയ്ത കാര്യം എന്റെ ഹെൽത്ത് ഇഷ്യൂ മാറി നോക്കി. ടെസ്റ്റ് ചെയ്തു ഞാൻ. എന്റെ ഈ കണ്ണുമത്തെ കുരു മാറാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു? മാനിഫെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ മാനിഫെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചപ്പോ ചെയ്യുന്ന ടെക്നിക്കായിരുന്നു. ഞാൻ രാവിലെ എപ്പോഴും എണീക്കുമ്പോൾ കണ്ണിന്റെ ഇവിടെ തൊടുമ്പോ ഞാൻ അനുഭവിക്കുന്ന ഫീല് ഇവിടെ ആ കുരുവില്ല എന്ന് കാണുന്നതാണ്. ഇവിടെ ആ കുരുവോടെ ഇല്ല. കുരുവുണ്ട് അവിടെ ഓൾറെഡി, പക്ഷെ കുരുവോടെ ഇല്ലാത്ത പോലെ ഞാൻ അഭിനയിക്കാൻ തുടങ്ങി. കുരുവോടെ ഇല്ല. മിററിൽ നോക്കുമ്പോൾ കുരുണ്ട് ഓൾറെഡി, ബട്ട് കുരുവോടെ ഇല്ലാത്ത പോലെ എന്നോട് ഞാൻ പറഞ്ഞ് സൂചിപ്പിച്ചു, കുരുവോടെ ഇല്ല.
അങ്ങനെ ദിവസവും ചെയ്ത് വരുമ്പോഴേക്കും ഒരു 2-3 ആഴ്ച ആയപ്പോഴേക്കും വീണ്ടും തൊട്ട് നോക്കിയപ്പോ കുരു അവിടെ ഇല്ല. മിററിൽ നോക്കിയപ്പോ കുരുവുമില്ല, പാടുമില്ല. എവിടെ പോയി കുരു? 2 വർഷമായിട്ട് ഹോസ്പിറ്റലിൽ പോയി കുറെ കാര്യങ്ങൾ ചെയ്തു, ഒന്നും നടക്കാത്ത കാര്യം അവിടെ ആ കുരു ഈ സംഭവം ചെയ്തപ്പോ മാറി കിട്ടി. എങ്ങനെ? ഹൗ? ഇവിടെയാണ് പറയുന്നത് മെഡിക്കൽ മിറാക്കിൾ എന്ന് പറയില്ല, നമ്മൾ പറയാല്ലേ മെഡിക്കൽ മിറാക്കിൾ. അതാണ് അവിടെ നടന്നിരിക്കുന്നത്. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം അത് തന്നെയാണ്. നിങ്ങളുടെ എന്ത് പ്രോബ്ലം ആയാലും അതിന്റെ സൊല്യൂഷൻസ് സബ് കോൺഷ്യസ് മൈൻഡിലുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തും ആയിക്കോട്ടെ, റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, പണം ആയിക്കോട്ടെ, പിന്നെ നല്ല കാറോ വീടോ നല്ല പാർട്ട്ണറോ എന്തും ആയിക്കോട്ടെ, അതൊക്കെ വരാനായിട്ട് സബ് കോൺഷ്യസ് മൈൻഡിനെ നിങ്ങളിലേക്ക് നിങ്ങൾ പറയുന്ന പോലെ ആളെ മാറ്റണം. സബ് കോൺഷ്യസ് മൈൻഡിനെ നിങ്ങൾ തന്നെ നിയന്ത്രിക്കണം. ഇപ്പോൾ സബ് കോൺഷ്യസ് മൈൻഡ് വേറെ ആരുടെയോ നിയന്ത്രണത്തിലാണ്. ബട്ട് അതിനെ മാറ്റിയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുക. സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുമ്പോൾ ഇപ്പോ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഒരു കാര്യം എന്തുകൊണ്ടാണ് എനിക്ക് അങ്ങോട്ട് അത് സംഭവിച്ചത്? കാരണം ഞാൻ പൂർണ്ണമായും വിശ്വസിച്ചു. പൂർണ്ണമായും നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ നടക്കും. ഇവിടെ വേറെ ഒന്നുമില്ല, വിശ്വാസമാണ് ഇവിടെ പ്രധാനം. ലോ ഓഫ് അട്രാക്ഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് വിശ്വാസം, ബിലീഫ്. വേറെ ഒന്നുമല്ല ഇവിടെ, വിശ്വാസം. പെർഫെക്റ്റ് ഗോളിലേക്ക് നിങ്ങൾ നോക്കുമ്പോൾ ആ ഗോള് നിങ്ങൾ ലഭിച്ചതായിട്ട് നിങ്ങളെ കൊണ്ട് ബിലീഫ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ലക്ഷ്യം നിങ്ങളിലേക്ക് വരാനായിട്ട് സാധ്യത വളരെ വളരെ കൂടുക മാത്രമല്ല, അതിനുള്ള സാധ്യതകൾ നിങ്ങൾ എത്തിക്കൊണ്ടേയിരിക്കും ഓരോന്നായിട്ട്. ഇതാണ് ലോ ഓഫ് അട്രാക്ഷൻ അഥവാ മാനിഫെസ്റ്റേഷൻ. അപ്പോ നിങ്ങൾ തീവ്രമായി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക. ആ ആഗ്രഹത്തിന് നിങ്ങൾ ഒരു തുരുമ്പ്, ഒരു ഇതുപോലെ നല്ലൊരു കനല് പോലെ എന്ത് ചെയ്യുക, വിശ്വാസം ഇട്ടെടുത്തു കഴിഞ്ഞാൽ അത് ആൾക്കെത്തും. ഇവിടെ ഞാൻ പറയുന്നത് വേറെ ഒന്നുമല്ല, മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ ബിലീഫ്. അപ്പോ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങൾക്ക് നേടണമെന്ന് ആഗ്രഹമുണ്ട്. ഇപ്പൊ നിങ്ങൾ വന്നിരിക്കുന്നത് ഇവിടെ എത്ര നേരം വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു മാറ്റം സംഭവിക്കാൻ, ലൈഫിൽ എന്തെങ്കിലും മാറ്റം നിങ്ങൾക്ക് അറിയാം. ഈ ഒരു കാര്യമൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം, ബട്ട് ഇതെങ്ങനെ ചെയ്യാന്നുള്ളത് അറിയില്ല. ട്രസ്റ്റ് ദ യൂണിവേഴ്സ്, ട്രസ്റ്റ് യുവർ സെൽഫ്. നിങ്ങൾ എത്തിസ്റ്റ് ആണെങ്കിൽ ട്രസ്റ്റ് യുവർ സെൽഫ്. ഒരു സമയത്ത് എന്റെ കയ്യിലേക്ക് പണവുമായാലും ഹെൽത്ത് ആയാലും റിലേഷൻഷിപ്പ് ആയാലും ഒക്കെ വന്നിരുന്നത് അൾട്ടിമേറ്റ് ആയിട്ടായിരുന്നു. ഞാൻ അതിശയിച്ചിട്ടുണ്ട്. എങ്ങനെ സംഭവിക്കുന്നു എനിക്ക് അറിയുന്നില്ല, ബട്ട് നടക്കുന്നു. ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു? അപ്പോ ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു കാര്യമേ ഉള്ളൂ, നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ പാകപ്പെടുത്തുക. ആ മൈൻഡ് നിങ്ങൾക്ക് എല്ലാം എത്തിച്ചേരും. മനസ്സുകൊണ്ട് നിങ്ങളെ കൊണ്ട് നേടാൻ പറ്റുന്ന ഒന്നും തന്നെ ഇല്ല. ആദ്യം മനസ്സിലാക്കുക. ഞാനിപ്പോ ഇങ്ങനെ ക്ലാസ് എടുക്കുന്നതൊക്കെ എന്നും മനസ്സിൽ കാണാറുണ്ട്. ഓക്കെ, എന്റെ എക്സാമ്പിളിന് പറയാം. എന്റെ പേര് ജയപ്രകാശ് എന്നാണ്. അപ്പോൾ ഞാൻ ഇവിടെ വന്ന് ക്ലാസ് എടുക്കുന്നുണ്ട്. ഇതൊന്നല്ല, ഞാൻ ഇൻട്രോവേർട്ട് ആയിരുന്നു. ആളുകൾ കാണുമ്പോൾ തല താറ്റി പോകുന്ന ഒരാളാണ്. ആരും മുഖത്ത് നോക്കൂല. ഒരു എന്തൊക്കെയോ ഇങ്ങനെ ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്ന ഒരാളാണ്. ഇൻട്രോവേർട്ട് ആണ്. അങ്ങനെ ആർക്കൊക്കെയോ വേണ്ടി ജീവിക്കുന്ന ജീവിതമായിരുന്നു ഫുള്ളായിട്ട്. ബട്ട് ഇന്ന് ഞാൻ ഇവിടെ വന്ന് ഇരിക്കുന്നുണ്ടെങ്കിൽ ഈ ഈ ഒരു ക്യാമറയുടെ മുൻപിൽ നിങ്ങൾക്ക് വേണ്ടി ക്ലാസ് എടുക്കാൻ വേണ്ടി വരുന്നുണ്ടെങ്കിലും ഇതിനൊക്കെ കാരണം എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡാണ്. സബ് കോൺഷ്യസ് മൈൻഡോട് ഞാൻ പറഞ്ഞു, ജയപ്രകാശ്, ഈ ജീവിതം ജീവിച്ച ഒരു കാര്യവുമില്ല, നമുക്ക് മാറണം. എങ്ങനെ? നീ ആഗ്രഹിച്ച പോലെ ജീവിതം ഞങ്ങൾക്ക് ജീവിക്കണം, ഹാപ്പി ആയിട്ട്, ആളുകൾ സഹായിച്ചിട്ട്, പിന്നെ അറിവുകൾ പകർന്നു കൊടുത്തിട്ട് ഇങ്ങനെയായി മാറണം എന്ന് പറഞ്ഞു. സബ് കോൺഷ്യസ് മൈൻഡിനോട് ഇത് പറഞ്ഞപ്പോ സബ് കോൺഷ്യസ് മൈൻഡ് 100 വഴി പറഞ്ഞു. 100 വഴികൾ എനിക്ക് പറഞ്ഞു. എങ്ങനെയൊക്കെ പറഞ്ഞു? യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം, ഇങ്ങനെ ഒരുപാട് ക്ലാസ്സുകള്, ബുക്കുകള്, ഇതിലൂടെ ഒക്കെ എനിക്കിങ്ങനെ വന്നുകൊണ്ടേയിരുന്നു ചുറ്റുപാടായിട്ട്. അതും ചെലവില്ലാതെ പോലും സബ് കോൺഷ്യസ് മൈൻഡിനെ പറഞ്ഞപ്പോ. ബട്ട് ഇന്ന് ഓരോ ബിസിനസ്സിലേക്കായാലും ഇപ്പൊ ഞാൻ ലൈഫ് കോച്ചിങ്ങിക്കായാലും എല്ലാത്തിലേക്കും എനിക്ക് നല്ലപോലെ എളുപ്പത്തിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഒരു കാര്യമേ ഉള്ളൂ. നിങ്ങൾ നിരന്തരം പറഞ്ഞ വാക്കുകള്, നിങ്ങൾ പറയുന്ന കേൾക്കുന്ന കേൾവികള്, കാണുന്ന കാഴ്ചകള്, ഇതൊക്കെയാണ് നിങ്ങളായിത്തീരുന്നത്. ഓക്കെ, ലൈഫിൽ നിങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ആരാണെന്നുള്ളത് മനസ്സിലാക്കേണ്ടത് നിങ്ങളെ
സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാൻ പറ്റും നിങ്ങൾ ആരാന്നുള്ളത്, നിങ്ങൾ എങ്ങനെയാന്നുള്ളത്. നിങ്ങളുടെ ടോക്കിംഗ് മാത്രം മതി നിങ്ങൾ ആരെന്ന് എനിക്ക് മനസ്സിലാൻ പറ്റും. കാരണം നിങ്ങൾ പറയുന്ന വാക്കുകൾ, നിങ്ങൾ എന്ത് കാണുന്നുവോ, എന്ത് കേൾക്കുന്നുവോ, എന്ത് പറയുന്നുവോ അതായിരിക്കും നിങ്ങളുടെ ലൈഫ്. ഓക്കെ, നിങ്ങളുടെ ലൈഫ് അതായിരിക്കും. ഈ പറയുന്നതും കാണുന്നതും കേൾക്കുന്നതും നമ്മുടെ കോൺഷ്യസിലൂടെയാണ്, കോൺഷ്യസ് മൈൻഡിലൂടെയാണ്. നിരന്തരം ഇത് കണ്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ, പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ കോൺഷ്യസ് മൈൻഡ് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കൊടുക്കും. സബ് കോൺഷ്യസ് മൈൻഡ് എന്തുകൊണ്ടും ഒന്നും വേണ്ടെന്ന് പറയില്ല, മുപ്പര് അതെടുക്കും, ആക്സെപ്റ്റ് ചെയ്യും. മുപ്പര് വിശ്വസിച്ചു കഴിഞ്ഞാൽ ലൈഫ് അതായി മാറും. ഓക്കെ, ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ജീവിതത്തിൽ തന്നെ 95% ഓരോ കാര്യം നടക്കുന്നത് സബ് കോൺഷ്യസ് മൈൻഡിന്റെ പവറിലൂടെയാണ് നടക്കുന്നത്. 95% നടക്കുന്നത് സബ് കോൺഷ്യസ് മൈൻഡിലൂടെയാണ്. വെറും 5% കോൺഷ്യസ് ആയി നടക്കുന്നുള്ളൂ. മനസ്സിലായിരിക്കുന്നു. നിങ്ങൾ കോൺഷ്യസിലൂടെ എത്ര വലിയ കാര്യം പറഞ്ഞാലും സബ് കോൺഷ്യസ് മൈൻഡ് അതെടുത്തില്ലെങ്കിൽ നടക്കില്ല. ഇപ്പോ ചില ആളുകൾ പറയാറുണ്ട്, സാർ ഞാൻ ഒരുപാട് കാര്യം ചെയ്യുന്നത് പക്ഷെ എനിക്ക് നടക്കുന്നില്ല. ചെയ്യുന്നില്ല. നിങ്ങൾ ചെയ്യുന്നുണ്ടാവോ? ഇപ്പോ അഫർമേഷൻ പറയുന്നു, നമ്മുടെ ഇമാജിനേഷൻ ചെയ്യുന്നുണ്ട്, പിന്നെ ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യുന്നുണ്ട്, മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്, മാനിഫെസ്റ്റോ ചെയ്യുന്നുണ്ട്, ബട്ട് നോട്ട് വർക്കിംഗ്. വർക്ക് ചെയ്യുന്നില്ല. വർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ കോൺഷ്യസ്ലി പോകുന്നുണ്ട്, ബട്ട് സബ് കോൺഷ്യസ്ലി അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. കാരണം സബ് കോൺഷ്യസ്ലി ഇപ്പോഴും പഴയ കാര്യം എടുക്കുന്നുണ്ട്. അവിടെ നിങ്ങളുടെ പഴയ ട്രോമാസ്. നിങ്ങളിപ്പോ ഞാൻ പറഞ്ഞ പോലെ രാവിലെ നമ്മൾ എണീച്ചു, മെഡിറ്റേഷൻ ചെയ്തു, അഫർമേഷൻ പറഞ്ഞു, മാനിഫെസ്റ്റേഷൻ ചെയ്തു, ബട്ട് രാത്രി ആകുമ്പോഴേക്കും ഡൗൺ ആയി. ഇത്ര എനർജി പോയിട്ട് ഇങ്ങനെ എനർജിയായി മാറി. കാരണം എന്താണ്? ഒറ്റ കാരണമേ ഉള്ളൂ, നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഇപ്പോഴും പഴയ കാര്യം വീണ്ടും എടുത്തിരുന്നു. സബ് കോൺഷ്യസ് മൈൻഡിലൂടെ നിങ്ങൾ ആ പഴയ കാര്യം എടുത്ത് കളയാതെ നിങ്ങളിലേക്ക് ഈ പറഞ്ഞ അത് കേറില്ല. കാരണം നിങ്ങൾ വീണ്ടും വീണ്ടും ചിന്തിക്കുന്നതും കാണുന്നതും കേൾക്കുന്നതും പഴയ കാര്യമാണ്. ഓക്കെ, അപ്പൊ ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. നിങ്ങളിപ്പോ നല്ലതുപോലെ ചെയ്തു, പിന്നെ നിങ്ങൾ എന്ത് ചെയ്തു? വീണ്ടും നിങ്ങൾ ആ ഫോൺ എടുത്തിട്ട് പഴയ മെസ്സേജ് നോക്കുക അവരുടെ, അല്ലെങ്കിൽ നിങ്ങൾ അവരെ പറ്റിയിട്ട് വീണ്ടും ചിന്തിക്കും. അല്ലെങ്കിൽ നിങ്ങൾ പോയി ഒരു വഴക്കുണ്ടാക്കുമ്പോൾ ആൾക്കാരുടെ അടുത്ത് പോയിട്ട്, അല്ലെങ്കിൽ ഗോസിപ്സ് പറയും, ന്യൂസ് ചാനൽ കാണും, റീൽസ് കാണും. കാണുമ്പോഴോ നമ്മളുമായിട്ട് എന്താണോ വേണ്ടാത്തത്, അല്ലെങ്കിൽ നമുക്ക് സാഡ് ആയിട്ടുള്ളതും ഡാർക്ക് ആയിട്ടുള്ളതൊക്കെ വീഡിയോസ് ഒന്ന് കാണുമ്പോൾ അതിന്റെ വീണ്ടും ഡിപ്രസ് ആയി മാറും. അപ്പൊ എന്താവും? രാത്രി നമുക്ക് ഡിപ്രഷൻ ആവും. അതേ സെയിം സിറ്റുവേഷൻ വീണ്ടും വരും. അപ്പോ ഒരേ അവസ്ഥ നമുക്ക് വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ കാരണം നമ്മുടെ ചിന്തകളാണ് കാരണം. നമുക്കൊരു ദിവസം 60,000 മുതൽ 70,000 ചിന്തകൾ വരുന്നുണ്ട്. നമ്മൾക്കറിയാം ചിന്തകളാണ് നമ്മുടെ ജീവിതം ഉണ്ടാക്കുന്നത്, നിർമ്മിക്കുന്നത്. ചിന്തകൾ മാറ്റിക്കഴിഞ്ഞാൽ ജീവിതം മാറും. അപ്പോ ഈ പറഞ്ഞ 60,000 മുതൽ 70,000 വരെ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ ആ ചിന്തയെ എങ്ങനെ നമുക്ക് മാറ്റാൻ പറ്റും? ഇതിലേതാ ചിന്ത നമ്മളായി മാറുന്നത്? നിങ്ങൾ ഏറ്റവും കൂടുതൽ ഏത് ചിന്തയാണ് കൂടുതൽ നേരം ചിന്തിക്കുന്നത്, ആ ചിന്തയൊക്കെ നിങ്ങളായി മാറുന്നത്. ഏറ്റവും കൂടുതൽ നിങ്ങൾ ഇമോഷണലി ചെയ്യുന്ന ചിന്തയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ സാഡ് ആണെങ്കിൽ സാഡായി മാറും ലൈഫ്. ദേഷ്യമാണെങ്കിൽ ദേഷ്യമാകും, വാശിയാണെങ്കിൽ വാശിയാകും, ഇനി ഹാപ്പി ആണെങ്കിൽ ഹാപ്പിയാകും, വിജയമാണെങ്കിൽ വിജയമാകും, പണമാണെങ്കിൽ പണമാകും. ഏറ്റവും കൂടുതൽ എന്താണോ ചിന്തിക്കുന്നത് അത് നിങ്ങൾ ലൈഫായി മാറും. അതുകൊണ്ട് ഞാൻ പറയുന്നു, നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ കൈകളിലാണ്, മാറ്റാൻ പറ്റും. ചിന്തകൾ നിയന്ത്രിക്കുക. ഇനി ഏറ്റവും വലിയ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാറ്റിറ്റ്യൂഡ്, സെൽഫ് ലവ്. ഈ രണ്ടുമാണ് ഏറ്റവും വലിയ പവർഫുൾ സംഭവം. ഗ്രാറ്റിറ്റ്യൂഡ് മീൻസ് കൃതജ്ഞത, സെൽഫ് ലവ് മീൻസ് സ്വയം സ്നേഹിക്കൽ. എങ്ങനെ സ്വയം സ്നേഹിക്കുക, എങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക? നമ്മളെല്ലാവരും ഇല്ലാത്ത വസ്തു എന്തെങ്കിലും പോണക്കാരല്ലേ? ഒരു കാര്യം പറയുന്നു, നിങ്ങൾക്ക് ഉള്ള കാര്യമല്ലേ അത് ഫോക്കസ് ചെയ്യുക. ഉള്ള കാര്യത്തിൽ ഫോക്കസ് ചെയ്യുക. നിങ്ങൾക്ക് എന്തുണ്ട്? ഈ ഫോൺ ഉണ്ട് കയ്യില്, കണ്ട ഫോൺ ഉണ്ട്, കൊടുക്കുന്ന ഡ്രസ് ഉണ്ട്, നല്ല ആരോഗ്യമുണ്ട്, കാണാൻ പറ്റുന്നുണ്ട്, കേൾക്കാൻ പറ്റുന്നുണ്ട്, അറിയാൻ പറ്റുന്നു, പറയാൻ പറ്റുന്നു, നടക്കാൻ പറ്റുന്നു, പിന്നെ നിങ്ങൾക്ക് ഓടാൻ പറ്റുന്നു, ചാടാൻ പറ്റുന്നു, ബുക്ക് വായിക്കാൻ പറ്റുന്നു, അറിവുണ്ട്, നോളജ് ഉണ്ട്, കഴിവുണ്ട്,
എല്ലാം ഉണ്ട്. ഇതെന്നും എണ്ണി പറയുക നന്ദിയായിട്ട്. നന്ദി വാക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കാം ദിവസം. എപ്പോഴൊക്കെ പറഞ്ഞത്? രാത്രി ഉറങ്ങുന്നതിന് മുൻപും രാവിലെ ഉണർന്നതിന് ശേഷവും ഇത് പറയുക. പറ്റുമെന്ന് വെച്ചാൽ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡ് വർക്കായി, ആക്റ്റീവായി. സബ് കോൺഷ്യസ് മൈൻഡ് പഴയ തോട്ട്സ് ഒക്കെ കളയും പതുക്കെ. പിന്നെ അതിലേക്ക് നല്ല തോട്ട്സ് വരും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ജീവിതത്തിലേക്ക് നല്ല കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കാൻ നന്ദി പറയുക, ജീവിതത്തിലേക്കുള്ള നന്മകൾക്ക് നന്ദി പറയുക, എന്റെ വീടിന് നന്ദി, കാറിന് നന്ദി, എന്റെ റിലേഷൻഷിപ്പിന് നന്ദി. ഇങ്ങനെ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. എപ്പോഴും ലൈഫ് ഫുൾ പോസിറ്റീവായി മാറും. ഫുള്ളി എപ്പോഴും ഒരു ദിവസം നല്ല തോട്ട്സ് മാത്രം. നിങ്ങൾ അതിന് ഏറ്റവും വലിയ ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾ കാണുന്ന കാഴ്ചകൾ, നിങ്ങൾ കേൾക്കുന്ന കേൾവികൾ, അറിയുന്ന അനുഭവങ്ങൾ, പറയുന്ന വാക്കുകൾ എല്ലാം പോസിറ്റീവ് ആയിരിക്കണം. ന്യൂസ് ചാനൽ വേണ്ട, റീൽസ് വേണ്ട, ഷോർട്സ് വേണ്ട, ഒന്നും വേണ്ട. പിന്നെ ഗോസിപ്സ് ആയിട്ട് പറയുന്നതും കേൾക്കുന്നതൊന്നും കേൾക്കാൻ വേണ്ടി പോകരുത്. ഗോസിപ്സ് പറയുന്നതും ഒന്നും കേൾക്കണ്ട, ഒന്നും വേണ്ട. ഓക്കെ, നിങ്ങൾ ഇനി ചോദിക്കും ഇത് എത്ര ദിവസമാണെന്നുള്ളത്. ഡേറ്റ് ഇല്ല. ഡേറ്റ് ഞാൻ പറയില്ല ഒരിക്കലും. ഡേറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ എല്ലാവരും ഒരുപോലെയാണോ? അല്ല. ചിലപ്പോൾ ഒരു ദിവസം ഉണ്ടായിരിക്കാം, ചിലപ്പോൾ 30 ദിവസം ഉണ്ടായിരിക്കാം, ചിലപ്പോൾ 1 year ഒക്കെ ആയിരിക്കാം. പക്ഷെ പ്രാക്ടീസ് എവറി ഡേ. നിർത്തരുത്, എന്നും പ്രാക്ടീസ് ചെയ്യുക. പിന്നെ ഞാൻ പറയുന്ന പോലെ എത്ര ദിവസം പറഞ്ഞല്ലോ, നിങ്ങൾക്ക് എത്ര ആഴത്തിൽ വിശ്വസിക്കുന്നുവോ അത്രയും ദിവസം ചെയ്യുക. എത്ര ആഴത്തിൽ വിശ്വസിക്കുന്നുവോ അത്രയും ദിവസം ചെയ്യുക. ഒരു കാര്യം പറഞ്ഞു, എന്നെ കൊണ്ട് കഴിയില്ലെന്ന് പറയരുത്. എന്നെ കൊണ്ട് കഴിയില്ല എന്ന് പറയുന്ന പകരം എന്നെ കൊണ്ട് കഴിയുമെന്ന് പറയുക. ഒരു തോൽവി എന്ന് പറഞ്ഞേക്കാൻ നല്ലത് ഞാനൊരു വിജയ എന്ന് പറയുക. ഞാൻ ദരിദ്രനാന്ന് പറഞ്ഞേക്കാളത് ഞാൻ സമ്പന്ന എന്ന് പറയുക. ചേഞ്ച് വരുത്തുക ഓരോ വാക്കിനും. എപ്പോഴും വാക്ക് ചേഞ്ച് വരുത്തുകൊണ്ടിരിക്കുക. ആക്റ്റീവ് ആവുക. ഫുള്ള് നമ്മുടെ മൈൻഡ് ഫുൾ ആക്റ്റീവായി മാറുക. എങ്കിൽ വിജയം നിങ്ങളിലേക്ക് എത്തും. ഓക്കെ, അപ്പോ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട വിധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി ഉറങ്ങുന്നതിന് മുൻപും രാവിലെ ഉണർന്നതിന് ശേഷവുമാണ് പറയേണ്ടത്. ഫസ്റ്റ് കാര്യമാണ് ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി പറയുക. പിന്നെ അഫർമേഷൻസ് നമ്മുടെ ഗ്രൂപ്പ് ഉണ്ട്, ജോയിൻ ചെയ്യാം. അതിൽ ഡെയിലി അഫർമേഷൻ ഉണ്ട്, പറയാവുന്നതാണ്. രാത്രിയും രാവിലെയും അഫർമേഷൻ പറയാവുന്നതാണ്. പിന്നെ നിങ്ങൾക്കുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ദൃശ്യവൽക്കരണം. നിങ്ങളിലേക്ക് കാണിച്ചു കൊടുക്കുക. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ സബ് കോൺഷ്യസ് മൈൻഡിന് വാക്കുകൾ അറിയില്ല. ആപ്പിൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ മനസ്സിലാക്കുക? നിങ്ങളുടെ ആപ്പിളല്ലേ വന്നേ, അതിന്റെ ആപ്പിളിന്റെ എഴുത്തല്ല വന്നത്. ആപ്പിൾ എന്ന ചിത്രം വന്നില്ലേ നിങ്ങൾ മനസ്സിൽ? അതുപോലെയാണ് ഓരോ കാര്യവും. അപ്പോ ആപ്പിൾ എന്ന് ഞാൻ പറഞ്ഞപ്പോ ആപ്പിള്, ആന എന്ന് പറഞ്ഞപ്പോ ആന വന്നു, അമ്മ എന്ന് പറഞ്ഞപ്പോ അമ്മ വന്നു. അപ്പോ ഇങ്ങനെ പറയുമ്പോ എന്താണ് വരുന്നത്? ആ സംഭവം സബ് കോൺഷ്യസ് മൈൻഡ്. സബ് കോൺഷ്യസ് മൈൻഡിന് ഇതറിയില്ല, എന്ത് വാക്കുകൾ അറിയില്ല. അപ്പൊ സബ് കോൺഷ്യസ് മൈൻഡിനെ കാണിക്കാം. എന്താണ് കാണിക്കേണ്ടത്? നമുക്ക് അറിയുന്ന കാര്യങ്ങൾ, നമുക്ക് വേണ്ട കാര്യം കാണിച്ചത്. എപ്പോഴും നമുക്ക് വീട് വേണ്ട ആഗ്രഹമുണ്ട്, പുതിയ വീട്. അപ്പൊ എന്ത് ചെയ്യുക? സബ് കോൺഷ്യസ് മൈൻഡിന് ആ വീട് എന്നും കാണിക്കുക, മനസ്സിൽ കാണിക്കുക, കണ്ടുകൊണ്ടേയിരിക്കുക നിരന്തരം. എങ്ങനെ കാണണം? ആ വീട്ടിൽ നിങ്ങൾ നിൽക്കുന്നതും താമസിക്കുന്നതും അവിടെ നിങ്ങൾ ജീവിക്കുന്നതും ഒക്കെ കാണിക്കുക. എങ്കിൽ ആ കാര്യം നിങ്ങളിലേക്ക് എത്തും, ഷുവർ. ഇനി നിങ്ങൾക്ക് നല്ല ബന്ധം വേണമെങ്കിൽ വീണ്ടും കാണിച്ചുകൊണ്ടിരിക്കുക മനസ്സിൽ. പണം വേണമെങ്കിൽ പണം കണ്ടുകൊണ്ടിരിക്കുക എപ്പോഴും. പണം വരുന്നതും പണത്തിനെ സ്നേഹിക്കുന്നതും റെസ്പെക്ട് ചെയ്യുന്നതൊക്കെ കണ്ടുകൊണ്ടിരിക്കുക എപ്പോഴും. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളിലേക്ക് പണം വരും. പിന്നെ ഈ കാര്യം ഈ വിഷ്വലൈസേഷൻ സംഭവം ഭയങ്കര പവർഫുൾ ആണ്. ചെയ്യണം. പിന്നെയാണ് നെക്സ്റ്റ് ആണ് നെഗറ്റീവ് തോട്ട്സ്. ഇനി നോക്കണ്ട, നെഗറ്റീവ് തോട്ട്സ് ഉണ്ടാവുമല്ലോ, നെഗറ്റീവായിട്ട് തോട്ട്സ് ഉണ്ടാവും. അതും നിരത്തുക. കാരണം നെഗറ്റീവ് ആൾക്കാരുണ്ടാവും, തോട്ട്സ് ഉണ്ടാവും, നെഗറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ഉണ്ടാവും. ഒക്കെ ഇതാക്കുക, നോട്ട് ഇൻട്രസ്റ്റ് ആക്കുക. ഇപ്പോൾ യൂട്യൂബ് തുറക്കുമ്പോൾ നെഗറ്റീവായ ന്യൂസ്, നെഗറ്റീവായ വീഡിയോസ് ഒക്കെ വരുമ്പോൾ നിങ്ങൾ അത് ക്ലിക്ക് ചെയ്യുക, നോട്ട് ഇൻട്രസ്റ്റ് കൊടുക്കാം. എല്ലാ വീഡിയോ നോട്ട് ഇൻട്രസ്റ്റ് കൊടുത്തിട്ട് ആവശ്യമുള്ള വീഡിയോസ് കാണാൻ ശ്രമിക്കാം. ഇതുപോലത്തെ മോട്ടിവേഷൻ വീഡിയോസും സെൽഫ് ഹെൽപ്പ് ബുക്സും സെൽഫ് ഹെൽപ്പ് വീഡിയോസും ഒക്കെ കാണാൻ ശ്രമിക്കാം. മൈൻഡ് എപ്പോഴും നമ്മൾ മാറുന്നുവോ അതുവരെ പറഞ്ഞുകൊണ്ടിരിക്കുക സംഭവങ്ങളൊക്കെ. ഓക്കെ, ഇത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ എല്ലാം ചെയ്തു, നമ്മൾ ഒരു കാര്യം ചെയ്തു, കറക്റ്റായി ചെയ്തു. ഇനി നമുക്ക് ലെറ്റ് ഇൻ ഗോ. ആ ആഗ്രഹത്തെ നമ്മൾ യൂണിവേഴ്സിറ്റിക്ക് വിട്ടുകൊടുത്തു. എന്താ ലെറ്റ് ഇൻ ഗോ എന്ന് വെച്ചാൽ? ലെറ്റ് ഇൻ ഗോ ഈസ് ഈക്വൽ ടു ട്രസ്റ്റ്, വിശ്വാസം. കാരണം നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യന് വിശ്വസിക്കുക, എങ്കിൽ നിങ്ങൾക്ക് ലഭിക്കും, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കില്ല. കാരണം ഒരു ചെറിയ കാര്യം പോലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നടക്കില്ല. പൂർണ്ണമായി വിശ്വസിക്കുക, എങ്കിൽ നിങ്ങൾക്ക് ലഭിച്ചിരിക്കും. കാരണം എന്താണ്? ആ വിശ്വാസം നിങ്ങൾ അത്രയും പെർഫെക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ആഗ്രഹം എത്തിയിരിക്കും. അപ്പോ ലെറ്റ് ഇൻ ഗോ. പിന്നെ അതുപോലെ ആലോചിക്കരുത് ഇത് വരുമോ, എപ്പോ വരും, എങ്ങനെ വരുന്ന ചിന്തിക്കേണ്ട ആവശ്യമില്ല.
ആ വിശ്വാസം എപ്പോഴും ഉണ്ടായിരിക്കുക. അപ്പോൾ ഇത്രയാണ് പറയുന്നത്. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമന്റ്. അപ്പൊ ഇനിയും ഇതുപോലത്തെ വീഡിയോസ് വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും നന്ദി പറയുന്നു. താങ്ക് യു ഓൾ. നിങ്ങൾ എല്ലാവരും എപ്പോഴും പോസിറ്റീവ് ആയിരിക്കാം. ഓക്കെ, നിങ്ങൾ എല്ലാവരും പവർഫുൾ ആണെന്ന് എനിക്കറിയാം. ബട്ട് ആ പവർഫുൾ എപ്പോഴും ആയിരിക്കുക. ലൈഫിൽ വിജയിക്കണമെങ്കിൽ നിങ്ങളുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യുക. ഓക്കെ, താങ്ക് യു സോ മച്ച്. ലവ് യു ഓൾ. ബൈ. ടേക്ക് കെയർ.